ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള നൂൽ ചിക്കൻ റോളാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള ചേർക്കുകയാണ്. നമ്മുടെ ഈ സവാള ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല, പക്ഷെ നന്നായിട്ട് ഇതിനൊന്ന് വഴണ്ടിട്ടുണ്ടാവണം. ഒരല്പസമയം നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 പച്ചമുളക് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കനാണ്. വേവിക്കാത്ത ചിക്കനാണ്. 250 ഗ്രാം അളവിലാണ് ചിക്കൻ ചേർക്കുന്നത്. നമ്മുടെ ഈ ചിക്കനും ചേർത്തിട്ട് നല്ല രീതിക്ക് വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ചിക്കൻ ചേർത്തിട്ട് ഞാൻ 1 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. നല്ല എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കൂടെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ആ ഒരു സമയം വരെ ഒരു 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ മസാല ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ ചിക്കന് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. 1/2 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. അപ്പോൾ വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിക്ക് ഒന്ന് വറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ടാവും. അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്കൊരു 3-4 തവണ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒരു വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് നൂലപ്പം തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 1 മുട്ട ചേർക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. 2 കപ്പ് മൈദ മാവിന് 2 കപ്പ് അളവിൽ തന്നെ നമുക്കിതിലേക്ക് വെള്ളവും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലെ വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ മാവ് കിട്ടാനായിട്ട്. ഒരുപാട് തിക്കായിട്ടും വേണ്ട, തീരെ ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഒരു അളവിൽ വേണം മാവ് കിട്ടാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടപ്പിൽ ഇത്രയും ഹോള് വരുന്നൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 5 ഹോളാണ് വരുന്നത്. 3 ഹോളോ 2 ഹോളോ ഒന്നാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ഹോളുള്ള ബോട്ടിൽ വേണം നമ്മളിതൊന്ന് ഈ മാവ് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലിൻ്റെ അടപ്പിൽ ഒന്ന് പപ്പടക്കമ്പി എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ആ കമ്പിയിൽ നിന്ന് 2-3 ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ബോട്ടിൽ നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ നൂലപ്പം തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ നൂലപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ദോശത്തവ വെച്ചിരിക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഇരുമ്പിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ പൊട്ടുന്നില്ല. ഇതിലേക്ക് നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഒന്ന് വട്ടത്തിലൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നൂല് പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മാവിൽ നന്നായിട്ട് ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്.
ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും ഒരു 30 സെക്കൻഡ് മാത്രമേ ആവശ്യം വരുള്ളൂ കേട്ടോ ഓരോ നൂലപ്പവും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നൂലിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ ദോശതവയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ നീക്കി ഇന്ന് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം ഈ നൂലപ്പത്തിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ നൂലപ്പവും ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു റോള് പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് 6 പീസാണ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ ടോസ്റ്റ് ചെയ്തും കൂടി എടുക്കണം. ഇത് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യോ ബട്ടറോ ഒന്ന് പൊട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 2 സൈഡ് നല്ല രീതിക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിന് പുറത്തും ഒരല്പം നെയ്യൊന്ന് പൊട്ടി കൊടുക്കുകയാണ്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡും 1 മിനിറ്റ് മാത്രമേ ഞാൻ ടോസ്റ്റ് ചെയ്യുന്നുള്ളൂ. 2 സൈഡും ഇതുപോലെ നല്ല രീതിക്കൊന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നൂൽ ചിക്കൻ റോളാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.